2013 മോഡൽ ഒരു വി ഓപ്ഷൻ ഇന്നോവ ആയിട്ടാണ് ഇന്ന് ആദ്യ കാർ സ്പോട്ടിന്റെ ഒരു ചാനൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീഡിയോസ് ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്ന് നമ്മളെ വീഡിയോ എല്ലാം ഒന്ന് മുഴുവനായിട്ട് കാണുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. 2013 മോഡൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വി ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ വില വരുന്നത് 5,25,000 രൂപയാണ് ഇതിന്റെ നമ്മൾ വില ഉദ്ദേശിക്കുന്ന വില. അപ്പൊ വണ്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2013 മോഡല് വി ഓപ്ഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ്. പെട്രോൾ ആണ് വണ്ടി. ഇതിന്റെ എല്ലാ സൈഡും നമ്മളൊന്ന് നോക്കുക. നല്ലൊരു വണ്ടി വന്ന കണ്ടീഷനാണ്. എന്നാലും വണ്ടിയിൽ പറയത്തക്ക സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാനുണ്ട്. ടൈപ്പ് 3 ഒറിജിനലിൽ വരുന്ന വണ്ടിയാണ്. അതായത് ഒറിജിനൽ ആണ് ഈ വണ്ടി വരുന്നത്. നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഈ വണ്ടിമേലില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. പെട്രോൾ ആണ്. അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വാഹനമാണ് പെട്രോൾ വേരിയന്റിൽ വരുന്ന വാഹനം. വി ഓപ്ഷൻ ആണ്. ഇതാണ് ഇതിന്റെ പുറം സൈഡ് വരുന്നത്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1,73,000 കിലോമീറ്റർ ആണ് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റാറിങ് കാര്യങ്ങൾ നോക്കി തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടില്ല. നല്ല ഒറിജിനാലിറ്റിയാണ്. അത് സ്റ്റാറിങ് തേയ്മാനം വന്നിട്ടില്ല. അതേമാതിരി ഗിയർ സെറ്റ് 7 സീറ്റർ ആണ് വണ്ടി. ഇതാണ് ഫ്രണ്ടിലെ വ്യൂ. ബാക്കിലോട്ട് വരികയാണെന്നെങ്കിൽ ഇതാണ് 7 സീറ്റർ. നല്ല സീറ്റ്, വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. അതായത് ഫയലൊക്കെ വെച്ചാണ്ട് ഒരു ഇതിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. അഡീഷണൽ എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. അതായത് ബാക്ക് സീറ്റിൽ മാത്രമേ ആൾ കയറിയിട്ടുള്ളൂ. അത് ഇവിടെ ഒരു ലൈറ്റ് വരുന്ന സിറ്റാണ്. അതായത് 2 സൈഡ് ലൈറ്റ് ഉണ്ട്. ആ ഭാഗത്തും ലൈറ്റ് ഉണ്ട്. അഡീഷണൽ ലൈറ്റ് വരുന്നതാട്ടത്. ആണ് ഇന്ത്യയുടെ ഭാഗം വരുന്നത്. നല്ല ക്വാളിറ്റിയാണ് വണ്ടി. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് ഒന്നുമില്ല. പക്ഷെ എന്നാലും ടച്ചിങ് ഒന്ന് ടച്ചപ്പ് പോളിഷ് ചെയ്യണം. കട്ട് ചെയ്തൊരു പോളിഷ് ചെയ്യണം. നിലവിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ, സ്ക്രാച്ച് ഇല്ല. ബാക്കിലെ വ്യൂ ആണിത്. ഇതാണ് എഞ്ചിൻ റൂമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ പേസ്റ്റോ കാര്യങ്ങളോ പഞ്ചിങ്ങോ ഒന്നും പോയിട്ടില്ല. എല്ലാം ഒറിജിനലാണ്. അതായത് ബോണറ്റ് മുതൽ മെയിൻ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. എല്ലാ പഞ്ചിങ്ങും പേസ്റ്റും കറക്റ്റ് ആണത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഇതിവിടെ വരുന്നത്. 1,73,000 കിലോമീറ്റർ ഓടിയത്. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വരുന്നത് നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കാണുക. അപ്പൊ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതിന്റെ സ്ക്രീനിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് NOCയിലാണ് നമ്മളിത് വില ഉദ്ദേശിക്കുന്നത്. 5,25,000. ഇനി കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 4 ചെയ്ത് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതേപോലെ കേരള നമ്പർ ആക്കിയിട്ടാണെന്ന് അങ്ങനെയും കൊടുക്കുക. അപ്പൊ നമ്മൾ NOCയിലാണ് 5,25,000 ആസ്ക് ചെയ്യണത്. അത് നമ്പർ ആക്കിയിട്ടാണെന്നെങ്കിൽ പ്ലസ് കേരള ടാക്സും ഈ ഒരു വർക്കും ഒക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 6,10,000 റുപ്യക്ക് ഇത് കേരള നമ്പർ ആക്കിയിട്ട് ചെയ്യണ ഒരു സംഗതി അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി കൂടുതലായിട്ട് ഇതിന് ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ ഇതിൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.